ഹായ് ഹലോ മുത്തുമണീസേ. അപ്പോൾ എൻ്റെ ലോങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട കേട്ടോ. ഇന്നിപ്പോൾ എൻ്റെ കൊച്ചു വീട്ടിലെ കൊച്ചു സന്തോഷങ്ങളും കൊച്ചു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഞാനും ഏട്ടനും പിള്ളേരുമായിട്ട് പുറത്തേക്കൊന്ന് പോകുന്ന ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. മീൻസ് ഇന്ന് രാവിലെ എണീറ്റിട്ട് കാപ്പി ഉണ്ടാക്കി പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം നേരെ റെഡിയായി നമ്മൾ പുറത്തേക്ക് പോവാണ്. വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഒരു മെയ് മാസം ആകുമ്പോഴത്തേക്കും സ്കൂള് തുറക്കുന്നതിൻ്റെ ധൃതിപ്പാടെല്ലാം ആ മാസമാണ് നമ്മൾ കാണിക്കാറ് പൊതുവെ അല്ലേ. അപ്പോൾ അതുപോലെ ഞങ്ങളും ജൂൺ മാസത്തേക്കുള്ള സ്കൂൾ തുറപ്പിൻ്റെ ധൃതിപ്പാട് കാണിക്കുന്ന ഒരു ബേളാണ് കാണുന്നത്. അപ്പം നമ്മൾ വന്നിട്ട് മെയ് ലാസ്റ്റ് ഒരു 26-നാണ് നമ്മൾ പർച്ചേസിങ്ങിന് പോകുന്നത്. അപ്പം അതിൻ്റെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. കഴിഞ്ഞ തവണയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാൾക്കുള്ള പർച്ചേസിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരാൾക്കുള്ള ബാഗ്, ഒരാൾക്കുള്ള ലഞ്ച് ബോക്സുകൾ, ഒരാൾക്കുള്ള ബുക്ക്, ഒരാൾക്കുള്ള സാധനങ്ങൾ മാത്രം. എന്നാൽ ഇത്തവണ ഞങ്ങൾക്ക് 2 പിള്ളേരെ സ്കൂളിലാക്കാൻ സമയമായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് 2 പേർക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാനുള്ള പ്ലാനിങ്ങിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞാൻ വലിയ മേക്കപ്പിൽ ബോധേഡെന്നുള്ള ആളല്ല കേട്ടോ. എനിക്ക് മേക്കപ്പിനെ പറ്റി വലിയ ധാരണയില്ല. ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല. അപ്പം എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ മേക്കപ്പ് ചെയ്യാറുള്ളത്. പിന്നെ എൻ്റെ കയ്യിൽ വലിയ മേക്കപ്പ് ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ. ഞാനതിൽ വലിയ ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടുമില്ല. മിക്ക സാധനങ്ങളും കാലിയാവാറായതും ലിപ്സ്റ്റിക് ഷെയ്ഡൊക്കെ ഏതാന്ന് പോലും എനിക്കറിയില്ല. കാരണം ഞാൻ വെറും 80 രൂപ കൊടുത്ത് രാമചന്ദ്രനിൽ നിന്ന് വാങ്ങിച്ച ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ്. പക്ഷേ ഞാനതിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെയാണ് എൻ്റെ ലിപ്സ്റ്റിക്ക്. പുറത്തേക്ക് പോകുമ്പോൾ ഒരു ചെറിയൊരു മോയ്സ്ചറൈസർ, ഒരു സൺസ്ക്രീന്, ഒരു ചെറിയ ലിപ്സ്റ്റിക്ക്, ഒരു ചെറിയ പൊട്ട്, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ മേക്കപ്പ് എന്ന് പറയണത്. ഞങ്ങൾ ഓൾറെഡി പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഈ മാസം ലാസ്റ്റൊക്കെ ആകുമ്പോഴേ ബുക്കും സാധനങ്ങളും വാങ്ങിക്കുള്ളൂ എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു നേരത്തെ. പിന്നെ വന്നിട്ട് മോനെ ആണെങ്കിൽ പ്രീ കെ ജിയിലാണ് ചേർത്തിട്ടുള്ളത്. അപ്പം പ്രീ കെ ജിയും മോള് വന്നിട്ട് 4th സ്റ്റാൻഡേർഡാണ്. അപ്പം നമുക്ക് 4th സ്റ്റാൻഡേർഡിൽ അത്യാവശ്യം ബുക്ക് സാധനങ്ങളും ഒക്കെ വേണം. പ്രീ കെ ജിയിലാകുമ്പോൾ അറിയാലോ, ഒരു പ്ലേ സ്കൂൾ അത്രേ ഉള്ളൂ. എൽ കെ ജിയിൽ ഡയറക്റ്റായിട്ട് കൊണ്ടാക്കാനുള്ള പ്രായം അവനായിട്ടില്ല. ഈ മന്ത് സെപ്റ്റംബറൊക്കെ ആകുമ്പോഴേ അവന് 4 സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പം ഞാൻ കരുതി എന്തായാലും ഇത്തവണ നമ്മുടെ പ്ലേ സ്കൂളിൽ വിട്ടിട്ട് നെക്സ്റ്റ് ഇയർ എൽ കെ ജി ചേർക്കാന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് കൊണ്ടാക്കുന്നത് കേട്ടോ. അവനുള്ള അഡ്മിഷനും കാര്യങ്ങളും മോൾക്കുള്ള ടെക്സ്റ്റൊക്കെ നമ്മൾ ഇതിനും ഒരു 3 ദിവസം മുമ്പേ പോയി വാങ്ങിച്ചായിരുന്നു. വന്നിട്ട് എല്ലാ തവണയും നമ്മൾ ബുക്ക് വാങ്ങിക്കാൻ പോകുന്നത് ട്രിവാൻഡ്രത്തുള്ളവർക്ക് മിക്കവാറും പേർക്കും അറിയായിരിക്കും. പോലീസ് ക്യാൻറ്റീനിൻ്റെ ഒരു നമ്മുടെ ഇളവ്, ബുക്കിനൊക്കെ ഇളവ് പൈസ കുറവ് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. വഴുതക്കാടാണ് ഇപ്പം അതിൻ്റെ ആ ഒരു ഇത് നടക്കുന്നത്, ഒരു മേള പോലെ. അപ്പം ഈ ഒരു വെക്കേഷൻ ടൈമിൽ മാത്രമേ അത് ഉണ്ടാവുള്ളൂ. എൻ്റെ മോള് സ്കൂളിൽ പോകാൻ തുടങ്ങിയ അന്ന് മുതൽ നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ പർച്ചേസ് ചെയ്യണത്. കാരണം നമുക്ക് അഫോർഡബിൾ ആയിട്ട് കിട്ടും. വളരെ പ്രൈസ് കുറവാണ്. നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് നമുക്ക് എടുക്കാൻ കഴിയും. അതുപോലെ തന്നെ പിള്ളേർക്ക് കൗതുകമായിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ കിട്ടും. അത് പുറത്തൊന്നും വാങ്ങിക്കാൻ കിട്ടാത്ത പല ഐറ്റംസും ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നതോടൊപ്പം ചെറിയൊരു ഗെറ്റ് റെഡി എന്താണെന്ന് ചോദിക്കരുത്. കാരണം എൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാനൊക്കെ ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ ചെറിയൊരു ഗെറ്റ് റെഡിയും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിന്ന് ഞാനും ഏട്ടനും മോളും മോനും കൂടിയാണ് പുറത്തേക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് പുറത്തേക്ക് പോകാൻ പോവാണ്. ആദ്യം നമ്മൾ പോകുന്ന സ്ഥലത്തിനെ പറ്റിയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് പോകുന്നതെന്ന് വെച്ചാൽ നേരെ പോകുന്നത് നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രത്തിൻ്റെ ട്രാവൻകൂർ മോളിലേക്കാണ് കേട്ടോ പോകുന്നത്. അവിടുത്തെ സ്റ്റുഡിയോയിൽ അത്യാവശ്യം കുഞ്ഞു പിള്ളേർക്കും വലിയവർക്കൊക്കെ നല്ല കളക്ഷൻ ഉള്ളതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ വിചാരിച്ച ഇന്ന് അങ്ങോട്ടേക്ക് വച്ച് പിടിക്കാമെന്ന്. മാത്രമല്ല കുഞ്ഞു പിള്ളേർക്കുള്ള ഡ്രസ്സൊക്കെ 149 രൂപയ്ക്ക് നല്ല ടീഷർട്ട്, ക്വാളിറ്റി ടീഷർട്ടൊക്കെ ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ അങ്ങോട്ടേക്ക് പോകാമെന്നാണ് വിചാരിക്കണത്. അതുപോലെ തന്നെ വെക്കേഷൻ ടൈം കൂടി ആയതുകൊണ്ട് വെക്കേഷൻ ടൈം കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് പോകുന്നവർക്ക് വേണ്ടിയിട്ട് സ്കൂളിലത്തെ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ഒരു ചെറിയൊരു സെറ്റപ്പ് കൂടെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അറിയാലോ, ഓരോ സീസണിലും നമ്മുടെ മാളുകൾ അതിനനുസരിച്ച് ഡെക്കറേഷൻ ചെയ്യുമെന്ന് പറയും പോലെ ഈ വെക്കേഷന് പിള്ളേർക്കുള്ള സാധനങ്ങൾ വെച്ച് ഡെക്കറേഷൻ ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ട്രാവൻകൂർ മോളിലേക്ക് ഉള്ളിലേക്ക് 2 വീലറും കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അകത്ത് പാസ് അതിന് പ്രത്യേകം പൈസയൊക്കെ കൊടുക്കണം. അതുകൊണ്ട് ഞങ്ങൾ നൈസിന് വെളിയിൽ വണ്ടി വെച്ചിട്ടാണ് കേട്ടോ അകത്ത് കയറിയത്. അതാകുമ്പോൾ പാസ് എടുക്കേണ്ട, പൈസയും കൊടുക്കണ്ട. ഫ്രീ 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 എന്താണോ അതാണ് നമ്മൾ മാക്സിമം ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ വണ്ടി വെക്കുന്നതിനുള്ള ഫ്രീ പാസ് യൂസ് ചെയ്തിട്ട് വെളിയിൽ കൊണ്ട് വണ്ടി വെച്ചിട്ട് ഉള്ളിലേക്ക് നടന്ന് കയറി കേട്ടോ.
ഞാൻ ട്രാവൻകൂർ മോളിന്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ ഇത് ശ്രദ്ധിച്ച് നോക്കാറുണ്ട് കേട്ടോ. കാരണം ഫ്രണ്ടിൽ ഇതുപോലെ ചെടി നട്ടേക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. മീൻസ് ഒരു പല കളറിൽ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഉള്ളിലേക്ക് കയറാനുള്ള ഇത് നോക്കുമ്പോഴത്തേക്കും അവിടെ പ്ലേസ് ഉണ്ടായിരുന്നു കേട്ടോ. പിള്ളേർക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളിലേക്ക് ഞങ്ങൾ സ്റ്റുഡിയോയിലേക്ക് കയറിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു 4-5 ടീഷർട്ടും അവന് ഇഷ്ടപ്പെട്ട ഒരു 2 പാൻറ്റും ഒക്കെ എടുത്തിട്ട് അവൻ പാൻറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ അവന് വേണം. കുഞ്ഞാണെങ്കിൽ അവൻ സെലക്ട് ചെയ്യും. ആ ഒരു മനസ്സൊക്കെ ഉള്ള കൊച്ചാണ് കേട്ടോ. പിന്നെ അവനും 3-4 ടീഷർട്ടും 2 പാൻറ്റൊക്കെ എടുത്ത് മോൾക്കും എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നേരം നമ്മൾ പോവാന്നുള്ള പ്ലാനിങ് നിന്നപ്പോഴാണ് അവർക്ക് കളിക്കണം എന്നുള്ള ഒരു ഇത്. അപ്പം നമ്മൾ വിചാരിച്ചു പാവല്ലേ. അപ്പം 30 മിനിറ്റിൽ കളിക്കാനായിട്ട് 100 രൂപയാണ് ഇവർ വാങ്ങിക്കുന്നത് കേട്ടോ. പെയ്ഡായിട്ട് വാങ്ങിക്കുന്നത്. അപ്പം നമ്മൾ 2 പേർക്ക് 200 രൂപ കൊടുത്തിട്ട് പിള്ളേരെ ഇതിൽ 30 മിനിറ്റ് കളിക്കാൻ വിട്ടിട്ട് അന്നേരം ഞാനൊന്ന് ജസ്റ്റ് രാമചന്ദ്രനിൽ കയറി കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. ആ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല ഇതിൽ. പക്ഷെ അവിടുന്ന് സമയം കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു ഹോട്ടലിൽ വന്നിട്ട് അട്ടക്കുളങ്ങര ഒരു ഹോട്ടലിൽ വന്നിട്ട് ഒരു ബിരിയാണി വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. പിന്നെ അട്ടക്കുളങ്ങര രാമചന്ദ്രയിലാണ് നമ്മൾ മിക്ക തുണികളും ബാക്കിയുള്ള നമുക്കുള്ള തുണികളും അണ്ടർവെയറും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ പിള്ളേർക്കായിട്ട് ഇന്നർ വെയർ ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ രാമചന്ദ്രനിൽ വന്നിട്ടാണ് വാങ്ങിച്ചത് കേട്ടോ. ഇവിടെ ആകുമ്പം 4 എണ്ണം 5 എണ്ണം ഇങ്ങനെ ഒരു കോംബോ പോലെയൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് അഫോർഡബിൾ പ്രൈസിന് പർച്ചേസ് ചെയ്യാൻ ഈസിയാണ്. അട്ടക്കുളങ്ങര രാമചന്ദ്രനിൽ അത്യാവശ്യം എല്ലാ ഐറ്റംസും നല്ല കളക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഹൈപ്പർ മാർക്കറ്റ് നല്ല അഫോർഡബിൾ ആയ പ്രൈസിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ഇനി ഇച്ചിരി തള്ളലും ഉന്തലൊക്കെ ഉണ്ടാവും. എനിക്ക് തന്നെ ഒരു 10-14 ഇടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ തോളിൽ. കാരണം നടക്കുന്നവർക്ക് കണ്ണ് കണ്ടുകൂടാത്തത് കൊണ്ടാണോ ഞാൻ ശ്രദ്ധിച്ച് നടന്നിട്ട് മനഃപൂർവ്വം എനിക്ക് കിട്ടുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്കിന്ന് മൊത്തത്തിൽ ഒരു 10-20 ഇടി ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു തോളിൽ. പിന്നെ അവിടെ നിന്ന് പിള്ളേർക്ക് കുറച്ച് ഇന്നർ വെയർ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ പോയത് ഞാൻ പറഞ്ഞില്ലേ സ്കൂളിൻ്റെ പർച്ചേസ് ചെയ്യാനുള്ള സ്ഥലത്തേക്കാണ്. സ്കൂളിലത്തേക്കുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലാണല്ലോ നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഒതുക്കിയിട്ട് അവിടെ എത്തിയപ്പോൾ ഏതാണ്ട് ഒരു 4 മണിയോളം ആയിട്ടോ. കാരണം ഇത് പെട്ടെന്ന് എടുക്കുന്ന വീഡിയോ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കരുത് പെട്ടെന്ന് കഴിഞ്ഞല്ലോ എന്ന് വിചാരിക്കരുത്. ഞാൻ അത്രയും എഫേർട്ട് ഇട്ട് പിടിച്ച വീഡിയോ ആണ് കേട്ടോ. ഇവിടെ ഒരു കൊടക്കീഴിൽ നമുക്ക് എന്തൊക്കെ ഇല്ല എന്ന് വിചാരിക്കരുത്. എന്തൊക്കെ ഉണ്ട് എന്ന് വിചാരിക്കണം. ബിക്കോസ് ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. ഒരു സ്കൂളിലത്തേക്കാവട്ടെ ഒരു കുഞ്ഞിനാവട്ടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുറേ സാധനങ്ങൾ. അത് മാത്രമല്ലാണ്ട് വെളിയിൽ ചൈനീസ് മേള പോലെ കളിപ്പാട്ടങ്ങളും പിന്നെ നമ്മുടെ ജ്വല്ലറി ആക്സസറീസും നമ്മുടെ ഗ്ലാസസും ചെരുപ്പുകളും അങ്ങനെ കുറേ കളക്ഷൻ വെളിയിലും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അതൊന്നും നോക്കിയില്ല. കാരണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുന്ന നമുക്ക് അതിനെപ്പറ്റി നോക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ എൻട്രിന്ന് ഉള്ളിലേക്ക് കയറുമ്പോഴത്തേക്ക് നമ്മൾ പർച്ചേസിനുള്ള ബക്കറ്റും എടുത്തിട്ടാണ് പോകാൻ കേട്ടോ. നമ്മൾ 2 ബക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം സാധനങ്ങൾ അത്യാവശ്യം ഉണ്ടല്ലോ. ബാഗൊക്കെ വാങ്ങിക്കണം സാധനങ്ങളുണ്ട്. അതുകൊണ്ട് ഉള്ളിലേക്ക് കയറുമ്പോഴത്തേക്കും ആദ്യം നമ്മുടെ നോട്ടിൻ്റെ കളക്ഷൻ ആയിരുന്നു. അവിടെ പോയിട്ട് നമുക്കുള്ള നോട്ടിൻ്റെ കളക്ഷൻ്റെ ലിസ്റ്റ് കൊടുക്കുമ്പോൾ അവർ അതനുസരിച്ച് നമുക്ക് തരും കേട്ടോ എടുത്ത്. അപ്പം ക്ലാസ്മേറ്റ് പോലെയുള്ള നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നല്ല റേറ്റ് കുറച്ച് കിട്ടുന്ന ഒരു ഏരിയയും കൂടെയാണ് ഈ ഒരു സ്ഥലം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്ക് നെക്സ്റ്റ് വരുന്നത് കൊട, മഴക്കോട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ. മീൻസ് റെയിൻ കോട്ട് ഉണ്ടല്ലോ പിള്ളേർക്ക് ഇടുന്നത്. അപ്പം ഇവർ സ്കൂളിൽ ഇനിയിപ്പോൾ സ്കൂൾ ബസ്സിലാണ് മുന്നേ ഞാൻ മോളെ വിട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി നമുക്ക് 2 പേരുള്ളതുകൊണ്ട് സ്കൂൾ ബസ്സിൽ വിട്ട് കഴിഞ്ഞാൽ മുതലാവാത്തത് കൊണ്ട് നമ്മൾ കൊണ്ടാക്കാന്നുള്ള പ്ലാനിങ് ആയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ മഴ സീസണും കൂടെ ആയതുകൊണ്ട് നമ്മൾ 2 റെയിൻ കോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, കുട എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യ സാധനങ്ങളും ബാഗും എല്ലാം പർച്ചേസ് ചെയ്തിട്ട് നേരെ ബില്ലിംഗ് സെക്ഷനിലാണ് പോയത്. രണ്ടാൾക്കും 1 ഇയറിലത്തേക്കുള്ള സാധനങ്ങൾ മൊത്തം നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് എങ്കിലും നമ്മൾ നല്ല അഫോർഡബിൾ പ്രൈസിലാണ് എല്ലാം പർച്ചേസ് ചെയ്തത്. ആണ് ഞങ്ങളുടെ ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് സിമ്പിളായിട്ടുള്ള. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.